ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സവാളയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് 3/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉഴുന്ന് ചെറുതായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും 2-3 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. മൂടി വെക്കുകയാണെങ്കിൽ ആ സവാളയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല, ഒരു വെന്ത ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് വഴന്ന് വരേണ്ടത്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കശ്മീരി മുളക് പൊടിക്ക് നല്ലൊരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അത് പോകണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റോളൊക്കെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല പോലെ തണുത്ത് വരുന്ന സമയത്ത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പില ഒന്ന് താളിച്ചിടണം. താളിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കല്ല കേട്ടോ. കടുക് ഒരു 1/2 ടീസ്പൂണോളം കടുക്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു കൂട്ട്. എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വാളൻപുളി ചേർത്ത് കൊടുക്കാം. പുളി വേണമെങ്കിൽ, അല്ലെങ്കിൽ വിനാഗിരിയോ നാരങ്ങ നീരൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അധികം പുളിയില്ലാതെ തക്കാളിയുടെ പുളിയോട് കൂടിയിട്ടാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ദോശ, ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്